കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടത്തിന് ശേഷവും സംസ്ഥാനത്തെ കെട്ടിടങ്ങളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ നടപടിയെടുക്കാതെ സർക്കാർ. സംസ്ഥാനത്തെ പല ജില്ലാ ആശുപത്രികളും താലൂക്ക് ആശുപത്രികളും ഇപ്പോഴും പ്രവർത്തിക്കുന്നത് അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങളിലാണ്. റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെ പാലക്കാട് ആലത്തൂരിൽ അഗ്നിരക്ഷാ നിലയത്തിന്റെ പ്രവർത്തനം വാടക കെട്ടിടത്തിലേക്ക് മാറ്റി. ജനങ്ങളുടെ ജീവന് ഭീഷണി ഉയർത്തുന്ന സർക്കാർ കെട്ടിടങ്ങളുടെ ദുരവസ്ഥ തുറന്നുകാട്ടുന്നതായിരുന്നു റിപ്പോർട്ടർ ലൈവത്തോൺ. ഇടുക്കി അടിമാലി താലൂക്ക് ആശുപത്രിയിലെ പ്രസവ വാർഡാണിത്. വിണ്ടുകീറി അകന്ന ഭിത്തികൾ വെള്ളമിറങ്ങി കുതിർന്നിട്ടുണ്ട്. ഒറ്റ നോട്ടത്തിൽ തന്നെ സുരക്ഷിതമല്ലെന്ന് വ്യക്തമാകുന്ന ഈ കെട്ടിടത്തിലാണ് ചോരക്കുഞ്ഞുങ്ങളുമായി അമ്മമാരും ബന്ധുക്കളും കഴിയുന്നത്. കൊല്ലത്തെ മയ്യനാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ സീലിംഗ് ഉൾപ്പെടെ ഇടിഞ്ഞു വീഴുന്നത് നിത്യസംഭവമാണെങ്കിലും അധികാരികൾ കണ്ട ഭാവം നടിച്ചിട്ടില്ല. കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെ TB യൂണിറ്റ് മാറ്റി സ്ഥാപിച്ചതാകട്ടെ ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടത്തിലേക്കും. ഏത് സമയത്തും വേണമെങ്കിൽ ഇത് ഇടിഞ്ഞു വീഴാം, അപകടം കൂടുതൽ സംഭവിക്കാം. കോട്ടയം മെഡിക്കൽ കോളേജിൽ അപകടമുണ്ടായ ശേഷമാണ് തകർച്ചാ ഭീഷണിയുള്ള കെട്ടിടത്തിൽ നിന്ന് കൊച്ചി DM ഓഫീസിന്റെ പ്രവർത്തനം താൽക്കാലികമായി മാറ്റിയത്. 40-ലധികം സർക്കാർ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന കെട്ടിടമാണ് പത്തനംതിട്ട മിനി സിവിൽ സ്റ്റേഷൻ. കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള സംഘം 3 പ്രാവശ്യം പരിശോധന നടത്തി ശോചനീയാവസ്ഥ കണ്ടുപോയെങ്കിലും അറ്റകുറ്റപ്പണിക്കുള്ള ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. സംസ്ഥാനത്തെ ഏറ്റവും ശോചനീയാവസ്ഥയിലുള്ള ബസ് സ്റ്റാൻഡുകളിലൊന്ന് എറണാകുളം KSRTC ബസ് സ്റ്റാൻഡാണ്. പദ്ധതി നിർദ്ദേശങ്ങൾ പലതുമുണ്ടെങ്കിലും ഒന്നും ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല. ആലപ്പുഴ ബസ് സ്റ്റാൻഡിൽ കോൺക്രീറ്റ് പാളികൾ അടർന്നു വീണ ഭാഗങ്ങളിൽ ചെടികൾ മുളച്ചു തുടങ്ങിയിട്ടുണ്ട്. കണ്ണൂർ ഇരിട്ടിയിൽ അഗ്നിരക്ഷാ നിലയത്തിന്റെ കെട്ടിടം അപകടാവസ്ഥയിലായതോടെ ഓഫീസ് പ്രവർത്തനം പഴയ താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെ തകർന്നു വീഴാറായ ആലത്തൂർ പഞ്ചായത്ത് കെട്ടിടത്തിൽ നിന്ന് അഗ്നിരക്ഷാ നിലയം കുനിശ്ശേരിയിലെ വാടക കെട്ടിടത്തിലേക്ക് മാറ്റി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.